DCB മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചികിത്സാ ചിലവുകൾ കുത്തനെ ഉയരുന്ന ഈ കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന 4 സൗജന്യ ചികിത്സാ സഹായ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഒരു പദ്ധതിയിലും ചേരാത്തവർക്ക് ലഭിക്കുന്നതും സാമ്പത്തിക ശേഷി നോക്കാതെ APL വിഭാഗത്തിന് ലഭിക്കുന്നതും BPL വിഭാഗത്തിന് ലഭിക്കുന്നതുമായ പദ്ധതികളുണ്ട്. ഈ 4 പദ്ധതികൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ആനുകൂല്യം ലഭിക്കുക തുടങ്ങിയ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തേത്, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന 2026 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM റാഹത്ത് പദ്ധതിയാണ്. PM റാഹത്ത് അഥവാ പ്രൈം മിനിസ്റ്റർ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. അപകടം നടന്ന് ആദ്യത്തെ പ്രധാനപ്പെട്ട മണിക്കൂറിൽ, അതായത് ഗോൾഡൻ അവറിൽ, പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ജീവൻ രക്ഷാ ചികിത്സ തടസ്സപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 162 പ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത്. അപകടത്തിൽപ്പെടുന്ന ഓരോ വ്യക്തിക്കും അപകടം നടന്ന തീയതി മുതൽ പരമാവധി 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൗജന്യ അടിയന്തര ചികിത്സ ലഭ്യമാകും. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ഏതുതരം റോഡിൽ നടക്കുന്ന വാഹനാപകടങ്ങൾക്കും ഇത് ബാധകമാണ്. ജീവന് ഭീഷണിയുള്ള ഗുരുതര സാഹചര്യങ്ങളിൽ 48 മണിക്കൂർ വരെയും മറ്റ് കേസുകളിൽ 24 മണിക്കൂർ വരെയും പ്രാഥമിക സ്റ്റെബിലൈസേഷൻ ചികിത്സ നൽകുന്നു. പോലീസിന്റെ ഇലക്ട്രോണിക് റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമായ ഇലക്ട്രോണിക് ഡീറ്റെയിൽഡ് ആക്സിഡന്റ് റിപ്പോർട്ട്, നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ TMS 2.0 പോർട്ടൽ എന്നിവ സംയോജിപ്പിച്ചാണ് ആശുപത്രികളിലെ ബില്ലുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നത്. സംസ്ഥാനത്തും ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി നടപ്പാക്കും. അപകട വിവരങ്ങൾ നിശ്ചിത സമയത്തിനകം ഓൺലൈനായി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും പോലീസ് പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്ത ശേഷം ആശുപത്രി ചിലവുകൾ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്നും നേരിട്ട് ക്ലെയിം ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഈ പദ്ധതിയിൽ അടിയന്തര ചികിത്സ ലഭിക്കുന്നതിന് റേഷൻ കാർഡ് ഏതാണെന്നോ വരുമാനം എത്രയാണെന്നോ നോക്കാറില്ല. അപകടത്തിൽപ്പെടുന്ന വ്യക്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളാണോ അല്ലയോ എന്ന് നോക്കാതെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപകടം നടന്നാലുടൻ 112 വിളിക്കുക, അല്ലെങ്കിൽ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുക. വാഹനാപകടത്തെ തുടർന്നുള്ള ICU ശസ്ത്രക്രിയകൾ, മരുന്നുകൾ, പരിശോധനകൾ എന്നിവ മാത്രമാണ് 1.5 ലക്ഷം രൂപ വരെയുള്ള ഈ സൗജന്യ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റസുഖങ്ങൾക്ക് ഈ പദ്ധതി വഴി ചികിത്സ ലഭിക്കില്ല. രണ്ടാമത്തെ പദ്ധതി ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയാണ്. 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതിയാണിത്. UDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ ഉമ്മൻചാണ്ടി സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സമഗ്രമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കുടുംബം ഒന്നിന് പ്രതിവർഷം 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് നൽകുന്ന ഈ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധി മൂലം ആർക്കും ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്ന കാഴ്ചപ്പാടോടെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിലുള്ള കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി, മെഡിസെപ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നിവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ ഇൻഷുറൻസ് കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ചികിത്സാ ഇൻഷുറൻസ് തുക തികയാതെ വരുന്ന അവസ്ഥ ഒഴിവാക്കാനും കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാക്കാനും സാധിക്കും. സർക്കാർ പ്രഖ്യാപന പ്രകാരം അടുത്ത 6 മാസത്തിനുള്ളിൽ പദ്ധതി സംസ്ഥാനത്ത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. APL BPL വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ പ്രമുഖ സ്വകാര്യ എംപാനൽ ചെയ്ത ആശുപത്രികളിലും പദ്ധതി വഴി പണരഹിത ചികിത്സ ലഭ്യമാക്കും. ക്യാൻസർ, അവയവം മാറ്റിവയ്ക്കൽ, ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ചിലവേറിയ ഗുരുതര രോഗ ചികിത്സക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമായി മാറും. നിർവഹണ ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നതിനും റേഷൻ കാർഡ് ഡാറ്റാബേസ് അധിഷ്ഠിതമായി അർഹരായ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. BPL വിഭാഗത്തിന് സൗജന്യമായിരിക്കുമെങ്കിലും APL വിഭാഗത്തിന് ഒരു നിശ്ചിത പ്രീമിയം ഈടാക്കുമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അടുത്തത്, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ആണ് ഈ പദ്ധതി വഴി ലഭിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്തെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടത്തുന്നത്. ഇതിനോട് ചേർത്ത് 70 വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും APL BPL വ്യത്യാസമില്ലാതെ അവരുടെ സാമ്പത്തിക വരുമാന പരിധി കണക്കിലെടുക്കാതെ 5 ലക്ഷം രൂപയുടെ അഡീഷണൽ സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ വയവന്ദന പദ്ധതി കേന്ദ്ര സർക്കാർ വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായാണ് ഇതിന്റെ പ്രീമിയം അടക്കുന്നത്. എന്നാൽ കേരളം അടക്കേണ്ട പ്രീമിയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം ആ പദ്ധതി തൽക്കാലം കേരളത്തിൽ ലഭ്യമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പദ്ധതി ലഭ്യമാണെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും ഇൻഷുറൻസ് വിഹിതം പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്താത്തതിനാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത്
നടപ്പാക്കിയിരുന്നില്ല. ഈ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തു തന്നെ ഈ പ്രീമിയം തുകയിൽ ധാരണയായാൽ കേരളത്തിൽ നടപ്പാക്കുന്നതാണ്. ഈ പദ്ധതി കേരളത്തിൽ കൂടി നടപ്പായാൽ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വരുമാന പരിധിയൊന്നും നോക്കാതെ തന്നെ 5 ലക്ഷം രൂപയുടെ സൗജന്യ വാർഷിക ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. 70 വയസ്സ് കഴിഞ്ഞ് എത്ര പേരുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ 5 ലക്ഷം രൂപയുടെ പരിരക്ഷ. അതായത് വീട്ടിൽ 70 കഴിഞ്ഞ ഒരാൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ കിട്ടും. എന്നാൽ 70 കഴിഞ്ഞ 2 പേരുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കുമായിട്ടായിരിക്കും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുക. അടുത്തത് കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളതുമായ സാധാരണക്കാർക്ക് കടുത്ത രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായമായി കേരള സർക്കാർ നൽകി വരുന്ന പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. ക്യാൻസർ, ഹൃദ്രോഗം, ശസ്ത്രക്രിയകൾ, മറ്റു ഗുരുതര രോഗങ്ങൾ എന്നിവ നേരിടുന്ന രോഗികൾക്ക് 2 ലക്ഷം രൂപ വരെയും വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കും വിധേയരാകുന്നവർക്ക് പരമാവധി 3 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം ഈ പദ്ധതി വഴി ലഭ്യമാകും. ഹീമോഫീലിയ രോഗികൾക്ക് തുകയുടെ പരിധിയില്ലാതെ ചികിത്സാ ആനുകൂല്യങ്ങളും പദ്ധതിയിലുണ്ട്. സർക്കാർ ആശുപത്രികൾ വഴിയോ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ വഴിയോ പണരഹിതമായി ഈ ചികിത്സാ സഹായം കൈപ്പറ്റാവുന്നതാണ്. മുൻപ് ലോട്ടറി വകുപ്പ് വഴി അപേക്ഷ ക്ഷണിച്ച് അനുവദിച്ചിരുന്ന ഈ പദ്ധതി ഇപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി പോർട്ടൽ വഴി ഓൺലൈനായി വേഗത്തിൽ തീർപ്പാക്കുന്നുണ്ട്. ആശുപത്രിയിലെ കാസ്പ് KBF കിയോസ്കുകൾ വഴി റേഷൻ കാർഡും വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അനുബന്ധ രേഖകളും സമർപ്പിച്ചാൽ തടസ്സമില്ലാതെ അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാകും. APL BPL വ്യത്യാസമില്ലാതെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാവർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ചികിത്സാ ചിലവുകൾ കുത്തനെ ഉയരുന്ന ഇക്കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഇത്തരം സൗജന്യ ചികിത്സാ സഹായ പദ്ധതികൾ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയൊരു താങ്ങും തണലുമാണ്. റോഡപകടങ്ങൾ പെടുന്നവർക്ക് അടിയന്തര ആശ്വാസമേകുന്ന PM റാഹത്ത് പദ്ധതി, വലിയ ചികിത്സാ ചിലവുകൾക്ക് ആശ്വാസമേകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മുതിർന്ന പൗരന്മാർക്കുമായി തയ്യാറാക്കിയിട്ടുള്ള ആയുഷ്മാൻ ഭാരത് വയോവന്ദന പദ്ധതി, വലിയ ശസ്ത്രക്രിയകൾക്ക് സഹായമാകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് എന്നിവയെല്ലാം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. കൃത്യസമയത്ത് ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കുകയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതിലൂടെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഓരോ കുടുംബത്തിനും രക്ഷ നേടാൻ സാധിക്കും. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഈ പദ്ധതികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.